അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ ഒരു മന്ദിറിൽ പോയാലോ? അതായത് നമ്മുടെ ക്യാൻറ്റീനകത്ത് തന്നെയുള്ള നമ്മുടെ യൂണിറ്റിൻ്റെ, അതായത് നമ്മുടെ റെജിമെൻറ്റിൻ്റെ മന്ദിരമുണ്ട്. അപ്പോൾ നമുക്കവിടെ മന്ത്ലിയൊക്കെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വരുമ്പോഴോ അല്ലെങ്കിൽ മന്ത്ലി ഒരു പ്രാവശ്യമോ നമുക്ക് മന്ദിർ പ്രോഗ്രാംസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് രാംനവമിയുടെ ഭാഗമായിട്ട് എന്തോ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിലങ്ങനെ ഇവിടുത്തെ പോലത്തുള്ള സെലിബ്രേഷൻസ് അല്ലല്ലോ, അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും വൈകിയും കൂടെ റെഡി ആയിട്ട് വിച്ചു നേരത്തെ പോയി. അപ്പോൾ ഞങ്ങളെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ബസ് വരും. അപ്പം ബസ്സിലാകുമ്പോൾ നമ്മൾ നേരത്തെ പോയി അവിടെ ഇരിക്കണം. വിച്ചു വന്ന് വിളിച്ചിട്ട് പോയാൽ ആ ഒരു ടൈം ആകുമ്പോൾ കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം സെറ്റാക്കി റെഡിയാക്കി ഇറങ്ങി. അങ്ങനെ വിച്ചുൻ്റെ കൂടെ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇപ്പം നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി എന്തായാലും വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ മന്ദിറിലൊക്കെ ഒന്ന് പോയി അവിടുത്തെ ഇത്ര വ്യത്യസ്തമാണ് ഇവിടുത്തെ ആ ഒരു കൾച്ചറൽ ഇതെന്നേ എനിക്ക് മനസ്സിലായത് കേട്ടോ. നമ്മളും ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് അമ്പലക്കുളം അല്ലെങ്കിൽ ആല് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറേ വേറെയാണ്, നമ്മുടെ ആ ഒരു പ്രാർത്ഥനാ രീതികളെ വേറെയാണ്. നമുക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ. ഇവിടെ അത് കിട്ടത്തില്ല നല്ല പറഞ്ഞു തന്നത്. പക്ഷേ നമ്മുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറാണ് ഇവിടെ, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ഇപ്പം വിഗ്രഹമായാലും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥനാ റൂം അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ എല്ലാം ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ നമുക്ക് അന്നദാനം പോലെ അവിടുന്ന് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് ഫുഡിനുണ്ടായിരുന്നതെന്ന് പറയാം കേട്ടോ. ഇത് സബ്ജിയാണ് കേട്ടോ. എല്ലാ സബ്ജിയും കൂടി ഇട്ടിട്ട്, അതായത് എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ടുള്ള സോട്ട് ചെയ്തിട്ടുള്ളൊരു കറിയാണ്. ഇതിപ്പോൾ നോർത്ത് ഇന്ത്യയിലോ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ച്. പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം കേട്ടോ. എനിക്ക് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ സാലഡ്സ് എന്തെങ്കിലും കാണും. സാലഡ്സ് ആയിട്ടല്ല, വെജീസ് ആയിട്ട് എന്തെങ്കിലും കാണും. പിന്നെ നമുക്ക് രാജ്മയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദാലോ അങ്ങനെ എന്തെങ്കിലും അത് ചോറിൻ്റെ കൂടെ നമ്മുടെ റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ളത് കാണും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു പായസം കാണും, പിന്നെ മട്ടർ പനീറും കാണും. ഇതാണ് സ്പെഷ്യലായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് സദ്യയൊക്കെ എത്ര വേണമെങ്കിലും കഴിക്കാം എന്ന് പറയുന്ന പോലെ ഇതിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കും. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ സമാധാനമായിട്ടിരുന്ന് വയറങ്ങനെ ഫുള്ളാക്കിയിട്ട് എല്ലാവരും ഇവിടുന്ന് എണീച്ച് പോകത്തോളും. ഞങ്ങളും അങ്ങനെ ഫുള്ളാക്കിയിട്ട് എണീച്ച് പോട്ടെ. ഞാനപ്പോൾ സമാധാനമായിട്ട് കഴിച്ചിട്ട് വരാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പായസം, അവർ ഖീർന്നാണ് പറയുന്നത്, അതും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് വയറ് ഫുള്ളാവും. പിന്നെ ഉച്ചയ്ക്കും ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേ നാളായി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല. ഇനിയും കൺസിസ്റ്റൻസിയോട് വീഡിയോ എടുക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.